RYB 3 ഫേസിലൂടെ ദൂരങ്ങളോടെ സഞ്ചരിക്കുന്നു. അവർക്കെല്ലാം തിരിച്ചു വരാൻ വേണ്ടി ഒരു വഴി, തനി വഴി, ന്യൂട്രൽ കണ്ടക്ടർ. അപ്പൊ ന്യൂട്രൽ കണ്ടക്ടറിലൂടെ തിരിച്ചു വന്ന സമയത്ത് അവർക്കെങ്ങാൻ വഴിതെറ്റി പോയാലോ, ചിലപ്പോൾ ഏതെങ്കിലും വീട്ടിലെ ടേപ്പ് ബോട്ടിൽ നിന്നോ ഫ്രിഡ്ജിൽ നിന്നോ വാഷിംഗ് മെഷീനിൽ നിന്നോ അത് ഷോർട്ടായോ ലീക്കായോ മറ്റോ ഇലക്ട്രോണുകൾ സഞ്ചരിച്ചാൽ ആ വീട്ടിലെ ഉപഭോക്താക്കൾക്ക് ഒന്നും പറ്റാതെ ഈ ഇലക്ട്രോണുകൾക്ക് അവരുടെ മടിയിലേക്ക്, അമ്മയുടെ മടിയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് വീടിന്റെ വയറിങ്ങിനൊപ്പം ഒരുക്കുന്ന എർത്തിങ് ഒരുക്കുന്നു. നമ്മുടെ വീട്ടിൽ പാത്രം കഴുകാനായിട്ട് വെച്ചേക്കുന്ന സിങ്കില്, ആ സിങ്കിൽ നിന്ന് ഈ അഴുക്ക് വെള്ളം പുറത്തേക്ക് പോകാനായിട്ട് ഒരു പൈപ്പ് ഒരുക്കിയിട്ട് ഒരു പിറ്റ് ഒരുക്കിയിട്ടുണ്ടാവും. ആ പിറ്റിന് കണ്ണുണ്ടാവും വെള്ളം ഊർന്നു പോകാൻ വേണ്ടിയിട്ട്. അതേസമയം കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഈർപ്പവും അഴുക്കും പിന്നെ എണ്ണയും ചേർന്നാൽ ചിലപ്പോൾ ഈ കണ്ണ് പോയി അടഞ്ഞു പോകും. അടഞ്ഞു പോയി കഴിഞ്ഞാൽ വെള്ളം ഇറങ്ങില്ല. ആ വെള്ളം മുഴുവൻ ആ എർത്ത് പിറ്റിന് തമ്പിന് ചുറ്റും, അഥവാ നമ്മുടെ പാത്രം കഴുകാൻ ഒഴുകിപ്പോകാനുള്ള പിറ്റിന് ചുറ്റും കുമിഞ്ഞു കൂടി അഴുക്കും ഭക്ഷണ പദാർത്ഥങ്ങളും ഈർപ്പവും വെള്ളവും വന്ന് അവിടെ തന്നെ കെട്ടിക്കിടക്കും. അപ്പൊ എന്ത് ചെയ്യും? അവിടെ എലി വരും. എലിയെ പിടിക്കാനായിട്ട് പാമ്പ് വരും. അപകടവും ഇല്ലേ? ഈ ഈർപ്പം ഉരി മണലിൽ എന്ന പോലെ ഇറങ്ങിപ്പോകാൻ പാകത്തിന് അതിന് കണ്ണുണ്ടാവണം. ആ കണ്ണുണ്ടാവണമെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചതിന് ശേഷം പ്ലേറ്റ് ഒന്ന് തുടച്ച് എണ്ണയൊക്കെ വേറൊരു സംഗതിയിലേക്ക് വടിച്ചു മാറ്റിയതിനു ശേഷമേ പാത്രം കഴുകാൻ പാടുള്ളൂ. ഇവിടെ ആ എർത്ത് പിറ്റിലേക്ക് ഇലക്ട്രോണുകൾ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇലക്ട്രോണുകൾക്ക് ഏറ്റവും പെട്ടെന്ന് അവരുടെ പാതയായ പാതയാണ് റോഡിൽ കൂടെ പോകുന്ന 100 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന കാറ്, 400 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന ഫ്ലൈറ്റ്. പക്ഷെ എർത്തിനൊരു പാതയിൽ 1 മീറ്റർ താഴ്ചയുള്ള 1.25 മീറ്ററിലൂടെ പോകുന്ന ഈ കണങ്ങൾക്ക് അവരുടെ ഹൈവേ, ആ ഹൈവേ എന്ന് പറയുന്നത് 1000-വും 2000-വും കിലോമീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ സഞ്ചരിക്കാവുന്ന ഹൈവേ. മുകളിലാണെങ്കിൽ കട്ടയും കല്ലും മണ്ണും വേരുകളും ഒക്കെ ഉണ്ടാവും. അതിലൂടെ ഇലക്ട്രോണുകൾക്ക് സഞ്ചരിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ലീക്കായ കറണ്ട് ഇലക്ട്രോണുകൾ ഒഴുകി നമ്മുടെ വീട്ടിൽ നിന്ന് ആ പിറ്റിലേക്ക് വന്ന് ആ പിറ്റിലൂടെ ഇറങ്ങി അവരുടെ പാത്തിലേക്ക് എത്തി ആ പാത്തിലൂടെ നേരെ ദൂരങ്ങളോളം സഞ്ചരിച്ച് അടുത്തുള്ള ട്രാൻസ്ഫോമറിന്റെ ന്യൂട്രൽ ഇതുപോലെ തന്നെ കുടിച്ചിട്ടുണ്ട്. കാരണം വീടുകളിൽ ഇറക്കി കിട്ടുന്ന പറഞ്ഞു കഴിഞ്ഞാല് ഇറങ്ങി പോകാനും അവരെല്ലാവരും ചെന്ന് ചേക്കേറി ട്രാൻസ്ഫോമറിന്റെ അടിയിലെത്തുമ്പോ കേറി വാടാ മക്കളെ എന്ന് പറഞ്ഞ് വിളിച്ച് ഭദ്രമായി ട്രാൻസ്ഫോമറിന്റെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ട്രാൻസ്ഫോമർ സ്റ്റേഷനിലും അവരുടെ ട്രാക്കിൽ ഇറങ്ങി നിൽക്കുന്ന എർത്ത് പൈപ്പായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും വില കുറഞ്ഞ എർത്ത് പൈപ്പല്ല മേടിച്ചു നോക്കേണ്ടത്, ഏറ്റവും വില കൂടി ഏറ്റവും ക്വാളിറ്റി ഉള്ള ബലമുള്ള എർത്ത് പൈപ്പായിരിക്കണം. പലരും എന്ത് ചെയ്യും? എർത്ത് പൈപ്പല്ലേ, എന്തിന് മണ്ണിൽ കുടിച്ചിരുന്നല്ലേ എന്നും പറഞ്ഞിട്ട് കനം കുറഞ്ഞതൊക്കെ മേടിച്ചു. അങ്ങനെയല്ല. ഭിത്തിക്കനം 3.25 മില്ലിമീറ്റർ ഭിത്തിക്കനമുള്ള ഡി ക്ലാസ് എങ്കിലുമായ 40 mm വണ്ണമുള്ള പൈപ്പാണെങ്കിൽ അവർക്ക് കേറി വാടാ മക്കളെ എന്ന് പറയാനൊരു 500 ബലമുണ്ടാവും. നേരെ മറിച്ച് കനം കുറഞ്ഞ വണ്ണം കുറഞ്ഞ ലാഭം നോക്കിയിട്ടുള്ളതാണെങ്കിൽ ഒരു വീട് ജീവിതത്തിൽ ഒരാൾ പണിയുന്നത് തന്റെ 65 വർഷത്തേക്ക് ജീവിച്ചിരിക്കാൻ വേണ്ടിയാണ്. പലപ്പോഴും വീട് പണിയുമ്പോൾ അവസാന കാലഘട്ടങ്ങളിലായിട്ട് മധ്യാഹ്നം കഴിഞ്ഞിട്ടാണ് വീട് പണിയണം. അപ്പൊ ആ വീട് ഉപകാരപ്പെട്ട കൊച്ചു മക്കൾക്കാണ്, അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ എർത്ത് സ്റ്റേഷൻ വീട്ടിൽ ചെയ്യുമ്പോഴും ട്രാൻസ്ഫോമറിൽ സ്റ്റേഷനിൽ ചെയ്യുമ്പോഴും ഇതേ താഴ്ചയിൽ തന്നെ ഇറക്കി വെക്കണം. പൈപ്പ് ഇറക്കി വെക്കുക. ഗ്രൗണ്ടിൽ നിന്ന് ഭൂപ്രതലത്തിൽ നിന്ന് ഇതുപോലെ എർത്ത് പൈപ്പിന്റെ കണക്ഷൻ 30 സെന്റിമീറ്റർ അകലെ വെക്കണം. ഇത് മോളിൽ കുറ്റി പൊങ്ങി നിന്നല്ല, ഇലക്ട്രോണുകൾ പൊങ്ങി നിൽക്കുന്ന അറ്റം വരെ ചുറ്റും വട്ടങ്ങൾ പരതി നടക്കണതേ. ഒരു കാരണവശാലും മുകളിലേക്ക് കുറ്റി പൊങ്ങി നിൽക്കാൻ പാടില്ല. ഒരു കാരണവശാലും പിറ്റ് അടിച്ച് താത്താൻ പാടില്ല.